വിശദമായ വാർത്തകൾ നോക്കാം. ഇലക്ട്രൽ ബോണ്ട് കേസിൽ സ്റ്റേറ്റ് ബാങ്കിന് തിരിച്ചടി. ബോണ്ട് വാങ്ങിയവരുടെ വിവരങ്ങൾ നാളെ തന്നെ കൈമാറണം. ഉത്തരവ് നടപ്പിലാക്കിയില്ലെങ്കിൽ കോടതിയലക്ഷ്യ നടപടി ക്ഷണിച്ചു വരുത്തുമെന്നും ചീഫ് ജസ്റ്റിസ് മുന്നറിയിപ്പ് നൽകി. ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവരുടെ വിവരങ്ങൾ ഹാജരാക്കാൻ ജൂൺ 30 വരെ സാവകാശം തേടിയ സ്റ്റേറ്റ് ബാങ്കിന്റെ അപേക്ഷ കോടതി നിരസിച്ചു. നാളെ പ്രവൃത്തി സമയം തീരും മുൻപ് വിവരങ്ങൾ ഹാജരാക്കാൻ കോടതി അന്ത്യശാസന സ്വഭാവമുള്ള ഉത്തരവ് ബാങ്കിന് നൽകി. ഉത്തരവ് പാലിച്ചതായി കാണിച്ച് ബാങ്ക് ചെയർമാൻ സത്യവാങ്മൂലവും സമർപ്പിക്കണം. ഇല്ലെങ്കിൽ ബോധപൂർവമായ വീഴ്ചയ്ക്ക് നടപടി ക്ഷണിച്ചു വരുത്തുമെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് മുന്നറിയിപ്പ് നൽകി. സാവകാശം തേടിയ ബാങ്കിന്റെ നടപടി കോടതിയെ ചൊടിപ്പിച്ചു. വിധി വന്ന് 26 ദിവസം ും എന്തെടുക്കുകയായിരുന്നു എന്ന് കോടതി ബാങ്കിന്റെ അഭിഭാഷകൻ ഹരീഷ് സാൽവെയോട് ചോദിച്ചു. ബോണ്ട് വാങ്ങിയ 7000-ഓളം പേരുടെ വിവരങ്ങൾ ഒരുമിച്ച് ലഭ്യമല്ലെന്നും രേഖകൾ വിവിധ ബ്രാഞ്ചുകളിലാണെന്നും ശേഖരിക്കാൻ സമയം വേണമെന്നുമായിരുന്നു ബാങ്കിന്റെ നിലപാട്. വിവരം കൈമാറാൻ ഉത്തരവാദിത്വമുണ്ടെന്നും ഉത്തരവ് അനുസരിക്കണമെന്നും കോടതി വ്യക്തമാക്കി. 15-നകം വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകി. ഇലക്ട്രൽ ബോണ്ട് കേസിൽ CPIM-ഉം മറ്റും സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.